ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് കേരള ബാങ്ക് വരെ രാവിലെ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പം ലോൺ കിട്ടുമോ, എന്താ സ്ഥിതി എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ അതൊന്ന് വ്ളോഗാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വളരെ കുറവാണ്, ഇപ്പം 2-3 വീഡിയോ ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് കയറുന്നത്. കുറേ നേരം നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞപ്പോഴേ നമ്മൾ കോപ്പി എടുക്കാൻ മറന്നു. അപ്പം പാൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും കോപ്പി എടുത്തിട്ട് വേണം ഇനി ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം സിവിൽ സ്കോർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ ഒരു 9:45 ആകുമ്പം ബാങ്കിലെത്താനാണ് ബാങ്ക് മാനേജർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു അടിസ്ഥാനത്തിലൂടെ എത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പം നോക്കുമ്പം ബാങ്ക് മാനേജർ വന്നിട്ടില്ല. അപ്പം നമുക്ക് സിവിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 200 രൂപേൻ്റെ 600 രൂപേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ATM വന്നിട്ട് പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ്. ATM വന്നിട്ട് നമുക്ക് ക്യാഷ് എടുത്തിട്ട് ബാങ്കിലേക്ക് റിട്ടേൺ വീണ്ടും പോവാം. അപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്കിലേക്ക് പോകാം. നമ്മളുള്ളത് കോറോൺ ടൗണിലാണ്. ഇവിടെയാണ് അങ്ങേ അറ്റത്താണ് ബാങ്ക്. അതേ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് ATM വരുന്നത്. രാവിലെ ആയതുകൊണ്ട് ടൗണിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്തായിട്ട് വോയിസ് എത്ര ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ചങ്ങ ഇത് നാണം കാരണം ഹെൽമെറ്റ് ഇട്ട് ഒളിപ്പിച്ച് വെച്ചേക്കും. ഇന്ന് പണിക്കൊന്നും പോകാണ്ട് ഇതണ്ടോ. പോസ്റ്റാണ് ബാങ്ക് മാനേജറില്ല. ഒരു സിവിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എത്ര നേരമായെന്നറിയാം ഇവിടെ ഇരിക്കുന്നത്. 10 മണിയോടെ ഇരിക്കുന്നത്, 12 മണി ഏകദേശമായി. എന്നിട്ട് ഇതുവരെ സിവിൽ ചെക്ക് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് ഈ കേരള ബാങ്കിലാണ് വന്നത് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവിടെ വന്നപ്പം മാനേജറില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരേ അരിയൽ കണ്ടാ നമ്മൾ ചായ കുടിക്കാൻ കയറിയ കടയതാണ്. ഇപ്പോൾ ഒരു ചായയും ഒരു പപ്സാണ് പറഞ്ഞത്. അരിഞ്ഞോണ്ടിരിക്കുകണ്ട നമ്മൾ ഡെയിലി കസ്റ്റമറെ ഇവിടെ. നമ്മൾ അടുത്ത ബസ് കയറിയിട്ട് നേരെ നിലവിൽപ്പുഴയ്ക്ക് പോവാണ്. ഓൾറെഡി അവിടെ ബാങ്ക് മാനേജർ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. സിവിലും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്ത് തന്നത്. കാരണം ഭയങ്കര ഡിലേ ആണ് ബാങ്കിന്. അപ്പോൾ ഇവിടുന്ന് കോറോൺ ടൗണിൽ നിന്നാണ് നിലവിൽപ്പുഴയ്ക്ക് 10 രൂപ പോയിൻ്റാണ്. അപ്പോൾ നേരെ നമ്മൾ അവിടെ നിന്ന് കയറി നിലവിൽപ്പുഴ ടൗണിൽ ഇറങ്ങാം. ഇതാണ് നിലവിൽപ്പുഴ ബസ് സ്റ്റാൻഡ്. നമ്മൾ വന്ന ബസ്സാണിത്. അപ്പോൾ നമ്മൾ ഹോം ടൗണിലെത്തി. നേരെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ അവിടെ നിന്ന് വിളിച്ചിട്ട് നമുക്ക് തൽക്കാലം വീട്ടിലേക്ക് പോകാം. നല്ല വെയിലാണ്. ഇവിടെ നിന്നാണ് ഒരു 2 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് ഞാനവിടെ ബാങ്കിൽ ചെന്നപ്പം ബാങ്ക് മാനേജർ അവിടെ ഇല്ല. അപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ ബാങ്കിൽ ചെല്ലുന്നത്. 3 തവണയും ബാങ്കിൽ മാനേജറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ചെന്നപ്പോൾ പറഞ്ഞു മറ്റന്നാൾ ചെല്ലാനാണ് പറഞ്ഞത് രാവിലത്തേക്ക്. ഇനിയിപ്പോൾ അന്ന് പോയി നോക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വളരെ സപ്പോർട്ട് കുറവാണ്. ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊന്നും വളരെ കയറുന്നില്ല. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.